മനുഷ്യരെ പരാജയത്തിലേക്ക് തള്ളിവിടുന്ന ഒരു പ്രധാന ഘടകമാണ് കംഫർട്ട് സോൺ എന്നറിയാമല്ലോ. കംഫർട്ട് സോൺ എന്നാൽ എന്താണ്, നാം ഇപ്പോൾ കംഫർട്ട് സോണിലാണോ, എങ്ങനെ അത് മറികടക്കാം തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത്. കംഫർട്ട് സോൺ എന്നാൽ ഇന്നലെ വരെ തുടർന്നു പോന്നിരുന്ന കാര്യങ്ങൾ തന്നെ വീണ്ടും തുടർന്നുകൊണ്ട് പോകുന്നതിനെയാണ് കംഫർട്ട് സോൺ എന്ന് ഒറ്റ വാക്കിൽ പറയാൻ കഴിയുക. പുതുതായി എന്തെങ്കിലും ചെയ്യാൻ തയ്യാറാകാതെ, ചെറിയ റിസ്ക് എടുക്കാതെയോ പോലും പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യാൻ തയ്യാറാകാതെ മുന്നോട്ട് പോകുന്ന പ്രവണതയാണ് കംഫർട്ട് സോൺ എന്ന് ഒറ്റ വാക്കിൽ പറയാം. അങ്ങനെ ചെയ്യുമ്പോഴാണ് ഇന്നലെ വരെ തുടർന്നു പോന്നിരുന്ന കാര്യങ്ങൾ മാത്രം തുടർന്നുകൊണ്ടേ പോയാൽ ഇന്നലെ വരെ നേടിയതിൽ കൂടുതലൊന്നും നേടാൻ കഴിയില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം സ്വയം ഒന്ന് ചിന്തിച്ചാൽ തിരിച്ചറിയാൻ കഴിയുന്നതേ ഉള്ളൂ. നാം കംഫർട്ട് സോണിലാണോ, അല്ലെങ്കിൽ നമ്മുടെ ബേസിക് ക്യാരക്ടർ, നമ്മുടെ അടിസ്ഥാന സ്വഭാവം കംഫർട്ടിനെ, ആ ഒരു സുഖാവസ്ഥയെ, കംഫർട്ട് സോണിനെ പുൽകുന്ന വ്യക്തിത്വമാണോ എന്നറിയാൻ നമ്മുടെ സാധാരണ ജീവിതത്തിലെ ചില കാര്യങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് ഏതാണ്ട് മനസ്സിലാക്കാൻ കഴിയും. അതിൽ നിന്ന് തന്നെ അതിൻ്റെ പരിഹാരവും കണ്ടെത്താൻ കഴിയും. ഈ വീഡിയോയിൽ പറയുന്നതും കംഫർട്ട് സോൺ എന്നാൽ എന്താണ്, ചില ലക്ഷണങ്ങൾ കൊണ്ട് നമുക്കതിനെ എങ്ങനെ തിരിച്ചറിയാൻ കഴിയും, എന്താണ് അതിൻ്റെ വരുംവരായികകൾ, കംഫർട്ട് സോണിനെ പുൽകുന്നത് കൊണ്ടുള്ള വരുംവരായികകൾ എന്തൊക്കെയാകാം, അതിനെ എങ്ങനെയാണ് കംഫർട്ട് സോണിനെ എങ്ങനെയാണ് മറികടക്കേണ്ടത്, എങ്ങനെയാണ് കംഫർട്ട് സോൺ, ആ സുഖാവസ്ഥ ബ്രേക്ക് ചെയ്യേണ്ടത്. കംഫർട്ട് സോണിൻ്റെ ചില ലക്ഷണങ്ങൾ നമുക്കൊന്ന് നോക്കാം. നമ്മൾ അടിക്കടിയോ ഇടയ്ക്കിടെയോ വല്ല ഹോട്ടലിലോ മറ്റോ ചായ കുടിക്കാനോ ഭക്ഷണം കഴിക്കാനോ പോകുന്ന വ്യക്തിയാണെങ്കിൽ, നാം സ്ഥിരമായി ഒരു സീറ്റിൽ തന്നെ പോയിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ ശ്രദ്ധിച്ചോളൂ, നാം സ്വല്പം ഒരു കംഫർട്ട് സോണിനെ പുൽകുന്ന വ്യക്തിത്വമാണ്. ആദ്യം പോയപ്പോൾ ഒരു സീറ്റിലിരുന്നു, പിറ്റേ പ്രാവശ്യം പോയപ്പോൾ പ്രത്യേകിച്ച് കാര്യകാരണങ്ങളൊന്നും നോക്കാതെ ആ സീറ്റിൽ തന്നെ പോയിരിക്കുന്നു, പിന്നെ അതൊരു ശീലമായി മാറുന്നു. നമ്മൾ ആ ഒരു സീറ്റിൽ പോയിരിക്കാനുള്ള പ്രവണത നമ്മിലുണ്ടാകുന്നു. അത് നാം ഒന്ന് സ്വയം ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും. അത് ബ്രേക്ക് ചെയ്യാനും അവിടെ തന്നെ നമുക്ക് പരിഹാരമുണ്ട്. അത് ഇനിയെങ്കിലും അങ്ങനെ ഒരു അവസ്ഥ വന്നാൽ ആ സീറ്റ് മാറി ഇരിക്കാൻ ശ്രമിക്കുക. ഞാനും എൻ്റെ ബിസിനസ് പാർട്ട്നേഴ്സും ഒക്കെ കൊച്ചു കാര്യങ്ങളിൽ നിന്ന് നമുക്ക് തോന്നുമെങ്കിലും അത്തരം ചില കൊച്ചു കാര്യങ്ങളിലൂടെ നമ്മുടെ കംഫർട്ട് സോണിനെ പുൽകുന്ന ബേസിക് സ്വഭാവം നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയും. ഞാനും എൻ്റെ ബിസിനസ് പാർട്ട്നേഴ്സും ഒക്കെ പലപ്പോഴും അങ്ങനെ ചെയ്യുന്നതാണ്. ആ ഒരു സീറ്റിൽ പോയിരിക്കാനുള്ള പ്രവണത തോന്നിയാൽ അപ്പോൾ തന്നെ ആ സീറ്റ് ഒന്ന് മാറിയിരിക്കുക. അങ്ങനെ കൊച്ചു കാര്യങ്ങൾ കൊണ്ട് തന്നെ നമ്മുടെ കംഫർട്ട് സോൺ നമുക്ക് ബ്രേക്ക് ചെയ്യാൻ കഴിയും. ആ ഒരു കംഫർട്ട് സോണിനെ ബ്രേക്ക് ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിഞ്ഞാൽ നമുക്ക് പുതിയ കാര്യങ്ങൾ ചെയ്യാനുള്ള മാനസികാവസ്ഥ വളർന്നു വരികയും പുതിയ കാര്യങ്ങൾ ചെയ്യാനും പുതിയ നേട്ടങ്ങൾ നേടിയെടുക്കുവാനും കഴിയും. കംഫർട്ട് സോണിൽ ഇരുന്നാലത്തെ പ്രോബ്ലം എന്താണെന്നാൽ, അതിൻ്റെ വരുംവരായിക എന്തെന്നാൽ, നമുക്ക് ആ ഇന്നലെ വരെ തുടർന്നു പോന്നിരുന്ന കാര്യങ്ങൾ തന്നെ തുടർന്നു പോകാനുള്ള ആ ഒരു പ്രവണത നമ്മിൽ രൂഢമൂലമാവുകയും പുതിയ കാര്യങ്ങൾ ചെയ്യാൻ മടിക്കുകയും അതിൻ്റെ പരിണിതഫലമായി പുതിയ നേട്ടങ്ങൾ വരുന്നതിന് തടസ്സമാവുകയും ചെയ്യും. ഇന്നലെ വരെ തുടർന്നു പോന്നിരുന്ന കാര്യങ്ങൾ തന്നെ ചെയ്തു പോയാൽ ഇന്നലെ വരെ ലഭിച്ചുകൊണ്ടിരുന്ന നേട്ടങ്ങളെ തുടരുകയുള്ളൂ. പുതിയ കാര്യങ്ങൾ ചെയ്യാൻ തയ്യാറായെങ്കിലേ പുതിയ നേട്ടങ്ങൾ കൈവരികയുള്ളൂ. അതുപോലെ മറ്റു ചില ഏരിയകൾ കൂടെ അത് മിക്കവാറും എല്ലാ മനുഷ്യരിലും അത് സ്വാഭാവികമായി വന്നു ചേരുന്നതാണ്. അത്തരം സ്വാഭാവികമായി ഉണ്ടായ ചില കാര്യങ്ങളെ ബ്രേക്ക് ചെയ്താൽ നമുക്ക് നമ്മുടെ അടിസ്ഥാനപരമായ കംഫർട്ട് സോണിനെ ബ്രേക്ക് ചെയ്യാൻ കഴിയും. നാം കുളിക്കുമ്പോൾ വെള്ളം ഒഴിക്കുന്നത്, ഷവറിലല്ല എങ്കിൽ നാം കുളിക്കുമ്പോൾ വെള്ളം ഒഴിക്കുന്നത്, ഷവറിലാണെങ്കിൽ നാം ഏത് ഏരിയയാണ് ആദ്യം ആ വെള്ളത്തിലേക്ക് നാം കാണിക്കുന്നത്, അതുപോലെ തന്നെ സോപ്പ് തേക്കുമ്പോൾ, അത് ലിക്വിഡ് സോപ്പ് ആവട്ടെ എന്ത് സോപ്പാവട്ടെ, നാം സോപ്പ് തേക്കുമ്പോൾ എവിടെയാണ് സോപ്പ് തേച്ച് ആരംഭിക്കുന്നത്, എവിടെയാണ് അവസാനിപ്പിക്കുന്നത്, നാം തോർത്തുമ്പോൾ എവിടെയാണ് ആരംഭിക്കുന്നത്, അത് ഓരോരുത്തർക്കും ഓരോ പാറ്റേൺ ഉണ്ടാവും. അതൊരു തരം കംഫർട്ട് സോണായി വന്നിട്ടുണ്ടാകും. അതൊക്കെ ഒന്ന് ബ്രേക്ക് ചെയ്യാൻ ശ്രമിച്ചാൽ തന്നെ, മനഃപൂർവ്വം കൊച്ചു കാര്യങ്ങൾ ബ്രേക്ക് ചെയ്യാൻ ശ്രമിച്ചാൽ തന്നെ നാം ആ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യുന്ന പ്രകൃതം നമ്മളിൽ വരികയും ആ കംഫർട്ട് സോണിനെ പുൽകുന്ന പ്രകൃതം നമ്മിൽ നിന്ന് മാറിപ്പോവുകയും ചെയ്യും. അതുപോലെ ബോധപൂർവം കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യാനും നമ്മുടെ ഇൻ്റലിജൻസ്, നമ്മുടെ ബുദ്ധി വൈഭവം കുറെ കൂടി വർദ്ധിപ്പിക്കാനും ഉതകുന്ന ഒന്ന് രണ്ട് നിസ്സാര കാര്യങ്ങൾ കൂടെ പറയാം. അത് നിസ്സാരമെങ്കിലും വളരെ പവർഫുൾ ആണ്. വലത് കൈ കൊണ്ട് മുടി ചീകി ശീലിച്ച ആളുകൾ ഇടത് കൈ കൊണ്ടൊന്ന് മുടി ശീലിക്കുക. ഇടയ്ക്ക് എക്സർസൈസ് എന്ന പോലെയെങ്കിലും, വല്ലപ്പോഴുമെങ്കിലും, എപ്പോഴും നമ്മൾ ഒരുങ്ങി പുറപ്പെടാൻ നേരത്തെന്നല്ല, അല്ലാതെ ഒരു എക്സർസൈസ് പോലെയെങ്കിലും വലത് കൈ കൊണ്ട് മുടി ചീകി ശീലിച്ച ആളുകൾ മറ്റേ കൈ കൊണ്ടൊന്ന് മുടി ചീകി നോക്കുക. അതുപോലെ വലത് കൈ കൊണ്ട് എഴുതി ശീലിച്ച ആളുകൾ ജസ്റ്റ് ഒന്ന് പരിശീലിക്കാൻ വേണ്ടി, ഒന്ന് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയെങ്കിലും ഒരു 5-10 മിനിറ്റ് സമയം കണ്ടെത്തി ഇടത് കൈ കൊണ്ട് ഒന്ന് എഴുതി ശീലിക്കുക. അത്തരം ചില മാറ്റങ്ങൾ നമ്മൾ സംഭവിപ്പിക്കുമ്പോൾ നമ്മുടെ ബ്രെയിനിൻ്റെ മറ്റേ ഭാഗവും, വലം കൈ കൊണ്ട് എഴുതി ശീലമായത് ഇടത് ബ്രെയിൻ ആക്റ്റീവ് ആയതുകൊണ്ടാണ്. മറ്റേ കൈ കൊണ്ട് എഴുതുമ്പോൾ ബ്രെയിനിൻ്റെ മറ്റേ ഭാഗവും അത് ആക്റ്റീവായി തുടങ്ങും. അപ്പോൾ അങ്ങനെ ചില കാര്യങ്ങൾ ചെയ്ത് നമുക്ക് കംഫർട്ട് സോണും ബ്രേക്ക് ചെയ്യാൻ കഴിയും. കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യുന്ന പ്രകൃതത്തിലേക്ക് നമുക്ക് എത്താൻ കഴിയും. അതുപോലെ നമ്മുടെ IQ ലെവൽ, നമ്മുടെ ബുദ്ധി വൈഭവം വർദ്ധിപ്പിക്കാൻ കഴിയും. അതുപോലെ
ആ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യാനും നമ്മുടെ ടോട്ടൽ എനർജി വർദ്ധിപ്പിക്കുവാനും സന്ദർഭവശാൽ അതുകൂടെ ഒന്ന് കൂട്ടിച്ചേർക്കാം, ചില ടെക്നിക്കുകൾ കൂടെയുണ്ട്. ഇടയ്ക്കൊന്ന് മുറ്റത്തോ മറ്റോ പിന്നോട്ട് നടന്ന് ശീലിക്കുക, പിന്നോട്ട് നടക്കുക. അതുപോലെ നമുക്ക് പരിചിതമായ മുറികൾക്കുള്ളിൽ, അത് ആളുകളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയതിന് ശേഷം വേണം, തട്ടലോ മുട്ടലോ ഉണ്ടാവരുത്. പരിചിതമായ മുറിക്കുള്ളിൽ കണ്ണടച്ച് നടക്കുക. നമ്മൾ സ്ഥിരമായി നടക്കുന്ന സ്ഥലങ്ങളിലൊന്ന് കണ്ണടച്ച് നടക്കുക. അത്തരം ചില കാര്യങ്ങൾ കൂടെ ചെയ്യാൻ കഴിഞ്ഞാൽ, പിന്നോട്ട് നടക്കുക, കണ്ണടച്ച് നടക്കുക തുടങ്ങിയ കാര്യങ്ങൾ കൂടെ ചെയ്താൽ നമ്മുടെ കംഫർട്ട് സോൺ ബ്രേക്ക് ആവുകയും നമ്മുടെ ബ്രെയിനിൻ്റെ കപ്പാസിറ്റി വർദ്ധിക്കുകയും ചെയ്യുകയും ചെയ്യും. അങ്ങനെ ആ ഒരു ശീലം, ആ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യുന്ന ശീലം നാം ആർജിച്ചുകൊണ്ടേയിരുന്നാൽ പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യുന്നത് നമ്മുടെ മൈൻഡ് നാം അറിയാതെ തന്നെ പുതിയ പുതിയ ഏരിയകളിലേക്ക് നാം എത്തുകയും പുതിയ പുതിയ വലിയ നേട്ടങ്ങൾ നേടുവാനുള്ള എളുപ്പം കൈവരികയും ചെയ്യും. ഇന്ന് കടുപ്പമാക്കിയാൽ നാളെ എളുപ്പമാകും, ഇന്ന് എളുപ്പമാക്കിയാൽ നാളെ കടുപ്പമാകും.